വെൽക്കം ഓൾ. 2015 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ബ്ലഡ് പ്രഷർ മൂലം വർഷത്തിൽ 16 ലക്ഷം രോഗികൾ മരണപ്പെടുകയും ഏകദേശം 3.5 കോടി രോഗികൾ കിടപ്പിലാവുകയും ചെയ്തു എന്ന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്റ്റഡി നിലനിൽക്കെ എത്ര പേർക്കറിയാം ഞാനൊരു ബ്ലഡ് പ്രഷർ രോഗിയാണോ അല്ലയോ എന്ന്? എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ ഓർ പ്രൈമറി സിസ്റ്റമിക് ഹൈപ്പർടെൻഷൻ അഥവാ ശരീരത്തിലെ ധമനികളിലെ കൂടിയ രക്തസമ്മർദ്ദം എന്ന അവസ്ഥയെ സാധാരണ ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ബി. എങ്കിൽ നമ്മളിൽ നല്ലൊരു ശതമാനം പേരും ബിപിയെക്കുറിച്ച് ശരിയായ രീതിയിൽ അറിവില്ലാത്തവരാണ്. ബി മരുന്ന് ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരില്ലേ എന്ന ചോദ്യമാണ് ഒരു ഡോക്ടർ മരുന്ന് തുടങ്ങാൻ തീരുമാനിച്ചാൽ മിക്ക രോഗികളുടെയും ആദ്യ പ്രതികരണം. ഈ ചോദ്യം പിന്നീട് രോഗി സ്വമേധയാ മരുന്നുകൾ നിർത്തുന്നതിൽ ആണ് പലപ്പോഴും കലാശിക്കാറുള്ളത്. എനിക്ക് ബി ഉണ്ടോ? ഞാൻ മരുന്ന് കഴിക്കണോ? എനിക്ക് ബിപിയുടെ മരുന്ന് ഇനി നിർത്താമോ? എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AHA അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പരിചയപ്പെടുത്തുന്നത് പ്രകാരം 130/80 എന്ന രീതിയിൽ നിലനിൽക്കുന്ന ഏതൊരു ബിപിയും ഉയർന്ന രക്തസമ്മർദ്ദമായാണ് കണക്കാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ബിപി കൂടും തോറും ഓരോരോ ഘട്ടമായി അതിനെ പരാമർശിക്കുന്നു. ബ്രിട്ടീഷ് ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു ദിവസം കഴിക്കാവുന്ന പരമാവധി ഉപ്പിന്റെ അളവ് 6 ഗ്രാം മാത്രമാണ്, അതായത് ഒരു ഫുൾ ടീസ്പൂൺ മാത്രം. എന്നാൽ ഉപ്പ് ധാരാളം കഴിക്കുന്ന നമ്മുടെ ഭക്ഷണ രീതിയിൽ പലപ്പോഴും 130/80, 140/90 എന്നീ ബ്ലഡ് പ്രഷർ നമ്മൾ അധിക പേരും ശ്രദ്ധ ചെലുത്താറില്ല. ഇത് പിന്നീട് കൂടുതൽ വലിയ ബിപി അളവിലേക്ക് പോവുകയും 5 മുതൽ 10 വർഷം കൊണ്ട് ഒരു വൃക്കരോഗിയോ ഹൃദ്രോഗിയോ പക്ഷാഘാതമോ മറ്റ് അസുഖങ്ങളായി സമാപിക്കാറാണ്. എപ്പോൾ മുതൽ മരുന്ന് കഴിക്കണം എന്ന ചോദ്യമാണ് ആദ്യം പരിശോധിക്കുന്നത്. ഒരാൾ ഒരു ഡോക്ടറുടെ റൂമിൽ പോയി നോക്കുന്ന ബിപി 140/90 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അയാൾക്ക് ഉയർന്ന ബ്ലഡ് പ്രഷർ ഉണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. എന്നാൽ ആദ്യമായാണ് ഒരാളിൽ ഇത്തരത്തിൽ കൂടിയതായ അളവ് കണ്ടതെങ്കിൽ, കൂടെ മറ്റു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അത് 160/100 താഴെയും ആണെങ്കിൽ, ഒരു തവണ ഇങ്ങനെ കണ്ടു എന്നതുകൊണ്ട് മാത്രം അയാൾ മരുന്ന് കഴിക്കേണ്ടതില്ല. ആദ്യമായി കാണുന്ന ഇത്തരം സാഹചര്യത്തിൽ പറ്റുന്നതും കുറച്ചു ദിവസങ്ങൾ 24 മണിക്കൂർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ അളക്കുന്നതിന്റെ യഥാർത്ഥ രൂപമാണ് ആംബുലേറ്ററി ബിപി മോണിറ്ററിംഗ്. ഇതിനായി പ്രത്യേകം ഉപകരണം ശരീരത്തിൽ ഘടിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളിൽ ഈ രീതി അത്ര പ്രായോഗികമല്ല. എന്നാൽ ഇതിന് പകരമായി ബിപി ചാർട്ടിംഗ് എന്ന ലഘുവായ രീതി എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിനായി പറ്റുന്നതും ആശുപത്രി ഒഴിവാക്കി വീട്ടിൽ വെച്ച് ഒരു ഡിജിറ്റൽ ബിപി മോണിറ്ററിൽ ഒരു ദിവസം 4-5 വ്യത്യസ്ത സമയങ്ങളിൽ ബിപി അളവെടുത്ത് ഏകദേശം അതേ സമയങ്ങളിൽ തന്നെ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ഇപ്രകാരം ഓരോ ദിവസവും ബിപി അളന്ന് ഒരു പട്ടിക തയ്യാറാക്കിയ ശേഷം അതുമായി വീണ്ടും നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുമ്പോൾ കൂടുതൽ വ്യക്തവും അനുയോജ്യവുമായ ചികിത്സ ലഭിക്കാൻ ഗുണം ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉയർന്ന ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനും വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ എന്ന ഹോസ്പിറ്റലിലും ഡോക്ടറെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷയും ആശങ്കയും കൊണ്ട് മാത്രം ഉയരുന്ന ബ്ലഡ് പ്രഷർ ആണോ അല്ലയോ എന്നും വേർതിരിക്കാനാകും. കൂടെ തന്നെ അനാവശ്യമായ ചികിത്സ തുടങ്ങുന്നതും ഒഴിവാക്കാം. എന്നാൽ ഈ രീതിയിൽ നോക്കിയ ബിപിയുടെ അളവ് നിങ്ങളുടെ ഡോക്ടർ വിലയിരുത്തിയതിനു ശേഷം ഇതിന്റെ ശരാശരി അളവ് 135/85 അതിൽ കൂടുതലോ ആണെങ്കിൽ ഏറ്റവും നേരത്തെ മരുന്ന് കഴിക്കേണ്ടതുമാണ്. ഇങ്ങനെ കാണുന്ന അളവിനെ സ്റ്റേജ് 1 സിസ്റ്റമിക് ഹൈപ്പർടെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് യാതൊരു ലക്ഷണവും ഇല്ലെന്നിരിക്കെ തന്നെ നിങ്ങൾ ഒരു പ്രഷർ രോഗി ആണെന്നും ചികിത്സ എടുക്കാൻ വൈകുന്നതുകൊണ്ടോ അലസമായി നീട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ടോ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് ഓരോ നിമിഷവും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വാസ്തവം. ഇതൊരു പൂർണ്ണ വൃക്കരോഗമോ ഹൃദ്രോഗമോ പക്ഷാഘാതമോ ആയി പരിണാമം കൊള്ളാൻ ഇത്തരത്തിൽ ചികിത്സ എടുക്കാതെയുള്ള 5-10 വർഷം മതിയാകും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്ന ശീലമുള്ളവർ ആയതിനാൽ 150/80 താഴെ ബിപി ആദ്യമായി മാത്രം കണ്ടെത്തിയ മധ്യവയസ്കരായ മറ്റ് യാതൊരു ലക്ഷണവും ഇല്ലാത്തവർക്ക് 1-2 മാസം മാത്രം ഉപ്പ് ദിവസം 3 ഗ്രാം, അതായത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇടുന്നതും ശേഷം അധികമായി ചേർക്കുന്നതും എല്ലാം ചേർത്ത് 1/2 ടീസ്പൂൺ മാത്രം ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ ബിപി ചാർട്ടിംഗ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ ഫലം കണ്ടില്ല എങ്കിൽ പിന്നീട് ഒട്ടും താമസിക്കാതെ മരുന്നുകൾ തുടങ്ങേണ്ടതുമാണ്. ഒരിക്കൽ മരുന്ന് തുടങ്ങിയ ഒരാൾക്ക് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ബിപി വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ, അഥവാ സെക്കൻഡറി ഹൈപ്പർടെൻഷൻ, ആ കാരണം പൂർണ്ണമായി ചികിത്സിച്ച് മാറിയതിനു ശേഷം ബിപി 120/80 താഴെ തുടർച്ചയായി നിലകൊള്ളുമ്പോൾ മരുന്നുകൾ പതിയെ കുറച്ചു കൊണ്ടുവന്ന് പിന്നീട് നിർത്തി നോക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ മരുന്ന് നിർത്തിയാൽ നേരത്തെ വിശദീകരിച്ച പോലെ ബിപി ചാർട്ടിംഗ് നിർബന്ധമായും ചെയ്ത് ഇടയ്ക്കിടെ ഡോക്ടറെ കാണേണ്ടതും, കൂടി വരുന്നുണ്ടെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ഓർ എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ ആയി കണക്കാക്കി മരുന്നുകൾ ഉടനെ വീണ്ടും തുടങ്ങേണ്ടതുമാണ്. ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടേ എന്ന സാധാരണക്കാരിലെ പ്രശസ്തമായ ചോദ്യത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയത് കൊണ്ടല്ല മരുന്ന് നിർത്താൻ പറ്റാത്തത്, പകരം മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം കുറക്കാവുന്ന ബിപിയാണ് നിങ്ങൾക്കുള്ളത് എന്ന ഏക മറുപടിയാണ്. ഈ പറഞ്ഞതിൽ നിന്ന് മാറി അറിവില്ലായ്മ കൊണ്ട് വരുന്ന വൈകിയ ചികിത്സ അല്ലെങ്കിൽ സ്വയം മരുന്ന് നിർത്തുക, അതുമല്ലെങ്കിൽ തീരെ ചികിത്സ ഇല്ലാതിരിക്കുക എന്നതാണ് ആദ്യം പറഞ്ഞ കണക്കുകളിലെ പോലെ ബിപി കൊണ്ടുള്ള മറ്റു അസുഖങ്ങളും വൈകല്യങ്ങളും അവയ്ക്ക് വേണ്ടിയുള്ള മറ്റു മരുന്നുകൾ തുടങ്ങേണ്ടതുമായ സാഹചര്യവും കൂടെ പെട്ടെന്നുള്ള മരണവും നമ്മുടെ രാജ്യത്ത് ഇത്രയും കൂടാൻ കാരണം. രക്തസമ്മർദ്ദത്തെ കൂടുതൽ മനസ്സിലാക്കി വേണ്ടതുപോലെ ചികിത്സ എടുത്ത് ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.